ടീച്ചറെ കുട്ടി ഇതുവരെ എത്തിയിട്ടില്ല. അച്ചുവേ അതെ, ഉച്ചയ്ക്ക് ഇപ്പോൾ ക്ലാസ് വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെ പോയാലും ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിലെത്തേണ്ടതാണേ. ഇതിപ്പോ നേരെ ഒരുപാടായി. വേറെ ഇല്ല, വേറെ കൂട്ടുകാരുടെ കൂടെ ഒന്നും അങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോവാറില്ല. അല്ല വൈഫൊക്കെ ആകെ ടെൻഷനില്ല. ഓ അത് ശരി. എന്നാ പിന്നെ ഞങ്ങള് നോക്കാം. എന്താ ടീച്ചർ പറഞ്ഞേ? ടീച്ചർ പറയണത് എന്താന്ന് അറിയില്ല, അവർക്കറിയില്ല. അവര് ക്ലാസ് വിട്ടപ്പോ കുട്ടികളൊന്നും എല്ലാരും പോയതാണ്, സ്കൂളിൽ നിന്ന് പോയി എന്നാ പറയണത്. അയ്യേ, ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇനിയിപ്പോ ഓനെ ടീച്ചർ വല്ല വഴക്കെങ്ങാനും പറഞ്ഞാണോ? ഇനിയിപ്പോ ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ? വേറെ ആരെ വിളിക്കണം? ടെൻഷൻ അടിക്കാൻ പരികുട്ടി അച്ഛനെ കാണാലോ. അല്ല അതെ, ഞങ്ങളിപ്പോ ഇവിടെ പകുതിയൊക്കെ തെരഞ്ഞിട്ടാ. എന്താ ചെയ്യാ? സ്കൂളിൽ വിളിച്ചോ? സ്കൂളിൽ വിളിച്ചു. ടീച്ചർ അവിടുന്ന് പറയണ കുട്ടികളൊക്കെ പോയിട്ടുണ്ട്, അവിടെ ഇപ്പൊ ആരും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ വരണ വഴി ആ കടയിലും കളിസ്ഥലത്തും ഒക്കെ നോക്കി, അവിടെ ഒന്നും കണ്ടില്ല. അതെ, സ്കൂളിൽ വിളിച്ചിട്ട് ഈ കൂടെയുള്ള പിള്ളേരുടെ വല്ല നമ്പർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ വിളിച്ചു നോക്കി, അവിടെ ഒന്നും അവനില്ല. വ്യസനിക്കണ്ട, അവൻ എവിടെ പോരാണ്, എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഇപ്പൊ ഉണ്ടാവൂതേ. ഇനി അവന് പ്രയാസം വന്ന രീതിയിൽ വല്ലതും പറഞ്ഞാ? ഇല്ല, ഇന്നൊന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അവനെ. മുടി വെട്ടിക്കളയാൻ പറഞ്ഞ അവനോട്? ഇന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറയണേ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അതെ, അല്ല ഈ വല്ല ബന്ധുക്കളുടെ വീട്ടിലേക്ക് അങ്ങനെയൊക്കെ പോവാറുണ്ടോ? എന്താണെങ്കിലും പറഞ്ഞിട്ടല്ലേ പോവലുള്ളൂ അല്ലേ? ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവണില്ല. അല്ല, ടെൻഷൻ അടിക്കേണ്ടത് ഇപ്പൊ ഈ പിള്ളേരെന്ന് പറഞ്ഞ ഈ വഴി കൂടെ ഇങ്ങനെ വായി നോക്കിയൊക്കെ നടക്കും. ചിലപ്പോ വല്ല പിള്ളേരൊക്കെ കൂടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിലേ വേറെ സിനിമാ പോസ്റ്റർ ഉണ്ടാവും, അത് നോക്കി ഞാൻ അരമണിക്കൂർ പേടിക്കാനൊന്നുമില്ല. പിന്നെ ഈ സ്കൂള് വിട്ട് വരുമ്പോ കൈ കാണിക്കണ ഒരു പരിപാടി ഉണ്ട് ഏതെങ്കിലും വണ്ടിയിൽ. ഞാൻ അവന്മാര് വല്ലതും നിർത്താതെ പോയാ എന്താ അങ്ങനെയൊന്നും ഇല്ല. ഓ നടന്നിട്ടില്ല. അതെ, നമുക്കൊന്ന് തെറിയാ മൊത്തം. അതെ, ഒരു കാര്യം ചെയ്താലാ, നമുക്ക് പോലീസ് സ്റ്റേഷനിലൊന്നും ഓർത്താലോ? പോലീസ് സ്റ്റേഷൻ വേണ്ട വാസുട്ടി, നമുക്ക് ഒന്നും കൂടി അന്വേഷിക്കാം. അതിനൊരു സംവിധാനം ഉണ്ട്, അതിനൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ട്. നമുക്ക് ഈ ഫേസ്ബുക്കും വാട്സപ്പ് ഒക്കെ ഇല്ലേ, അവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതിൽ ആ പടം ഇട്ട് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ കൊടുത്താൽ ആള് വൈകുന്നേരം തന്നെ ഇവിടെ വരും, ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അവന്റെ പടം വല്ല ഇരിപ്പണ്ട, ഒരു ഫോട്ടോ എടുത്ത്. കൊച്ചിന്റെ കാര്യമാണ് നിങ്ങൾ വെറുതെ. ഇത് കൊച്ചിനെ തരരുതെന്നല്ല പറഞ്ഞ, ലോകം മുഴുവൻ ഇങ്ങനെ ഒരു പയ്യനെ കാണാനില്ലെന്നാ പറഞ്ഞ. നമ്മ അന്വേഷിച്ച് നടന്നിട്ട് കണ്ടുപിടിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു സഹായമല്ലേ ഇത്? വെറുതെ വ്യസനിക്കാൻ വേണ്ടി മാത്രം നടക്കുകയാണ്. ഈ പേടിക്കണ്ട, അതെ കിട്ടുമോ? ടെൻഷൻ അടിക്കണ്ട. അധികം സമയമൊന്നും ആയിട്ടില്ലോ. പിന്നെ ഇപ്പോ എന്നാലും ഈ നേരത്തൊക്കെ ഇപ്പൊ ഇങ്ങനെ വൈകലുണ്ടോ ഈ നേരം വരെയൊക്കെ? ഇത് മതി. ഇതൊന്നൊക്കെ ഉള്ളം കൈ പിടിച്ചേ, ഒരു ഫോട്ടോ കൊടുക്കട്ടെ. അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ നോക്കിട്ടോ. ഈ ഫോട്ടോയിൽ കാണുന്ന അച്ചു എന്ന് വിളിക്കുന്ന കുട്ടിയെ ഇന്നു മുതൽ കാണാതായിരിക്കുന്നു. കണ്ടു കിട്ടുന്നവർ ഈ ഫോൺ നമ്പറിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെടേണ്ടതാണ്. അതിനുള്ള ചിലവ് ഞങ്ങൾ വഹിക്കുന്നതാണ്. വാസൂട്ടിന്റെ നമ്പറും വെച്ചേക്കാം. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഒന്നും കൂടി റൗണ്ട് ചെയ്യാം. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് തപ്പാട്ടോ. ഞാൻ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിൽ എല്ലാ ഗ്രൂപ്പിലും ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് അന്വേഷിക്കാം. അപ്പൊ അതിന്റെ ഇടയിൽ ആരെങ്കിലും കാണണേ നമ്മൾ ഈ ഫോൺ നമ്പറിൽ നിന്നെ വിളിച്ചോ. അല്ല, ഇത് നല്ലതാണ് സംഗതി, നല്ല ഒന്ന് എല്ലാരും ആൾക്കാരെ. അതെ, എന്തേലും വിവരം ഉണ്ടെ ഫോണിൽ അറിയിക്കണം. ഒന്ന് കറങ്ങാം, ഒന്നുകൂടി കറങ്ങി ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ. എന്തെങ്കിലും വിവരം അറിയിക്കണ്ട കേട്ടാ. ഞാനും വരണോ? ചക്ക ചിലപ്പോ ഇങ്ങോട്ട് അതിനുള്ളിൽ ചിലപ്പോ ഇങ്ങോട്ട് വരുവാൻ ഇതാ വരണു. തളരുന്നുണ്ട് റസിയ. ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, ഓരിപ്പൊ കൊണ്ടുവരും ഓന.